നീ അറിയാത്ത ഒരു സംഭവം ഉണ്ട് ഇതില്. അതിപ്പോഴാണ് നീ അറിയണത്. ഞങ്ങളുടെ വീട്ടിലെ മെയ് മാസം ആവുമ്പോൾ വിരുന്നിനെത്തുന്ന ഓലഞ്ഞാലിയാണ് കേട്ടോ. അടുത്തുള്ള മരങ്ങളിൽ ഇങ്ങനെ വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കും. നമ്മളെ ആരെയും അങ്ങോട്ട് അടുപ്പിക്കില്ല. നല്ല രസം അത് കാണാൻ. ചിലപ്പോൾ അതുങ്ങൾക്ക് മുട്ടയിടാനൊക്കെ ആയിരിക്കും കേട്ടോ, നമുക്കറിയില്ല. അമ്മ കുളിച്ച് സുന്ദരക്കുട്ടിയായി ഒരു കെട്ട് തുണിയായിട്ട് വന്നിരിപ്പുണ്ട്. ചെറിയ അതില് വാങ്ങിച്ച് ഒരു സാധനം കാണിക്കാൻ പറ്റില്ല, സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ കാണിക്കാം. കാരണം ഓൾറെഡി തയ്ക്കാൻ കൊടുത്തുപോയി. ഞാൻ കുറച്ച് ചെറിയ ഷോപ്പിംഗ് ഇന്നലെ എറണാകുളം പോയി ചെയ്തതിന്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങളെ കാണിക്കാന്ന് കരുതി. ഫുൾ ഐറ്റം ഇതിലില്ല. ഇതിൽ മേടിച്ച് ഒരു മെറ്റീരിയൽ ഓൾറെഡി തയ്ക്കാൻ കൊടുത്തു കേട്ടോ. അതെന്താന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ മകളുടെ അടുത്ത് 1 മന്തിലേക്ക് പോവുക. ഞാൻ ഹൗസ് കോട്ട് തയ്ക്കുന്ന ആള്. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം തന്നാൽ പെട്ടെന്ന് തയ്ച്ചു തരാൻ ചോദിച്ചു. ബാക്കി ഇനി വന്നിട്ട് തയ്പ്പിക്കാന്ന് ഓർത്താ. ആദ്യം മല്ലിക ചേച്ചി ആദ്യം ഹൗസ് കോട്ടിന്റെ തുണി. ഇതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയൂ. പ്യുവർ കോട്ടൺ. ഞാൻ കോട്ടൺ മാത്രമാട്ടോ യൂസ് ചെയ്യുള്ളൂ. ഡോൾസ് ആണല്ലോ അമ്മയെ പോലെ തന്നെ. ഇത് പണ്ട് ലാവൻഡർ ഉണ്ടായിരുന്നു, ഡോളി. ഇത് കണ്ടപ്പോ അപ്പ എന്നോട് പറയൂ കേട്ടോ, ഈ പച്ച മാത്രമാണോ നിനക്ക് കിട്ടിയോളൂ. അമ്മ നല്ല ഡോളി ആയിട്ടിരിക്കട്ടെ. ഇത് പിന്നെ കോമൺ ഇപ്പൊ ഇട്ടിരിക്കുന്നതൊക്കെ പോലെയൊക്കെ തന്നെ. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ക്രീമില് മെറൂൺ ഡിസൈൻ. അത് മൺഡേ തയ്ച്ചു തരും. ട്യൂസ്ഡേ സ്റ്റാൻഡ് കൊടുക്കും. മൺഡേ തയ്ച്ചു തന്ന അടുത്ത വീക്കെൻഡിൽ അത് ഇട്ട് നിങ്ങളെ കാണാം. 2 ഹൗസ് കോട്ടിന്റെ തുണി. പിന്നെ നീ അറിയാത്ത ഒരു സംഭവം ഉണ്ട് ഇതില്. അതിപ്പോഴാണ് നീ അറിയണത്. എനിക്കിടാനല്ല. അതന്നെ ഞാനത് കണ്ടില്ലായിരുന്നു കേട്ടോ. നീ കാണണ്ട. ഇതന്നെ ഈ കളറൊക്കെ മേടിച്ച. അത് നിനക്ക് ചില ടോപ്പ് കൂടി ഇരിപ്പണ്ട ഷെൽഫിൽ. ഞാൻ നോക്കി ഞാൻ അറിഞ്ഞ പോലും ഇല്ലല്ലോ. ഭംഗിയുള്ള 2 ടോപ്പ് തയ്ച്ചത് ഇരിപ്പണ്ട. അത് നീ യൂസ് ചെയ്തിട്ടില്ല. നീ അതൊന്നും നോക്കണ്ട. നീ ഉപയോഗിക്കുന്ന ബ്രാൻഡ് തന്നെയാണ് ഗോ കളേഴ്സ്. 7/8 ആണോ അത്? അതെ. ഓഹോ, എടുത്താ. ഇതിപ്പോ നമുക്ക് പ്ലെയിൻ ആണല്ലോ, എല്ലാവർക്കും അറിയാം. ഗോ കളേഴ്സ് അല്ലേ ഉപയോഗിക്കണേ. അതെ, ഷൈനിങ്ങും മറ്റേ ഉണ്ട്. ഷൈനിങ്ങും മറ്റേ ഉണ്ട്. ഇത് വേറെ കളർ. ഇതിപ്പോ ഇതിന് പൈസ ആയിട്ടുണ്ടല്ലോ, 1000 രൂപയോളം ആയിട്ടുണ്ട്. പൈസ ആവാതെ ആരും ചിരിച്ചു കാണിച്ചാൽ സാധനങ്ങൾ തരികയില്ല. പൈസ നമ്മൾ ആവശ്യത്തിന് ചെലവാക്കുക. ടോപ്പുകൾ മാത്രം വാങ്ങിച്ച അല്ലെങ്കിൽ മാത്രം തയ്പ്പിച്ച ഒരു 1000 ടോപ്പ് അല്ല, 1000 അല്ല, ഒരു 10 ടോപ്പ്. എന്നിട്ട് ഒരു കറുപ്പ, ഒരു പച്ച, ഒരു മെറൂൺ, ഒരു ചുമപ്പ, ഒരു നീല, ഇങ്ങനെ മാറ്റിയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് 10 ഒരു ലെഗി. പിന്നെ വെള്ള പലാസോ കിലാസോ എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ ടോപ്പൊന്നും ഞാൻ മേടിച്ചാൽ ശരിയാവൂല. ഓക്കെ, ഇപ്പോഴാണ് മറ്റേ കളറിനുള്ളത് ഏത് ടോപ്പാന്ന് എനിക്ക് മനസ്സിലായില്ല. ടോപ്പ് ഞാൻ കാണിച്ചുതരാം. ഞാൻ മേടിച്ച് തയ്പ്പിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഡോള് പോലെയുള്ളൊരു ഡിസൈനുള്ള ടോപ്പ് നല്ല ഓർക്കണില്ല, മറന്നുപോയി. ഇരിപ്പുണ്ട്. നീ ഇട്ടിട്ടില്ല ഇതുവരെ. നാളെ നീ തിരുമറയിൽ ഒരു ഒരെണ്ണം ഇട്ടില്ലേ, അതിന്റെ ഒപ്പം ഇടാതെ വെച്ചേക്കണ 2 ടോപ്പ് കൂടി ഇരിപ്പുണ്ട്. അത് 2നും ഇത് മാച്ചിങ്. ഞാനത് നോക്കിയേച്ചാ പോയത്. എടുത്ത് വെക്കുമ്പോ ഞാൻ നോക്കും അവിടത്തെ. അപ്പൊ ഇടാതെ 2 ടോപ്പ് ഇരിക്കുന്നതിന് ഇത് മാച്ചിങ് ആണെന്ന് എനിക്ക് തോന്നി. നീ എടുത്ത് നോക്കിയോ, നല്ല മാച്ചിങ് ആണ്. അതിലൊക്കെ പോകുമ്പോ ഇടാം, എല്ലായിടത്തും പോകുമ്പോ ഇടാം. ഇത് അല്ല, വ്യൂവേഴ്സ് വിചാരിക്കും എന്താണ് മമ്മ എപ്പോഴും ഇങ്ങനെയുള്ള കോട്ടൺ സാരി യൂസ് ചെയ്യണേന്ന്. ഞാൻ ഡിഗ്രി കാലഘട്ടത്തിൽ സാരി യൂസ് ചെയ്ത് തുടങ്ങി. അന്നത്തെ കാലത്ത് ലോങ് സ്കർട്ടും ബ്ലൗസും, പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ലോങ് സ്കർട്ടും ബ്ലൗസും തന്നെ എൻ്റെ ഡ്രസ്സ്. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയപ്പോൾ കോളേജിൽ കമ്പൽസറി ആണ് സാരി യൂസ് ചെയ്യണമെന്നുള്ളത്. അന്ന് മുതലേ കോട്ടൺ സാരികളും കോട്ട സാരികളുമാണ് യൂസ് ചെയ്യാറ്. പിന്നെ 2-3 സിൽക്ക് സാരി ഉണ്ടായിരുന്ന അന്ന് പഠിക്കുന്ന കാലത്ത്. കാരണം മെലിഞ്ഞ ആളായതുകൊണ്ട് ഒഴുകി കിടക്കണം. ജോർജറ്റ് സാരികൾ ഉടുത്തു കഴിഞ്ഞാൽ കണ്ടമാനം മെലിഞ്ഞിരിക്കും. അപ്പൊ കോട്ട സാരികളാണ് സ്ഥിരമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഹോസ്റ്റലിൽ ഒരു വിശേഷം കൂടെ പറയാം. ഈ കോട്ടൺ സാരികൾക്കും കോട്ട സാരികളും ഒക്കെ നമ്മള് അവിടെ സ്റ്റാർച്ച് മുക്കാനായിട്ട് കൂടുതൽ അരി വെക്കണോണ്ട് നല്ല കുറുകിയ കഞ്ഞോളം കിട്ടും. ആ കുറുകിയ കഞ്ഞോളം വീക്കെൻഡില് നമ്മൾ സാരിക്ക് മുക്കി അങ്ങ് പിടുത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ടിരിക്കും. എന്നിട്ട് അത് തേപ്പൊന്നുമില്ല അന്നത്തെ കാലം. പില്ലോയുടെ അടിയിൽ വെക്കും. അപ്പൊ നല്ല ഭംഗിയായിട്ട് തേച്ച പോലെ ഇരിക്കും. എന്നിട്ടാണ് ഉടുത്തോണ്ടിരുന്നത്. പക്ഷെ അന്നത്തെ ഭംഗിയുള്ള
കോട്ടാ സാരികൾ ഇപ്പൊ ഇഷ്ടം പോലെ കിട്ടുമെങ്കിലും ആ രീതിയിലുള്ള കോട്ടാ സാരികൾ കുറവാണ്. ഞാൻ ശീമാട്ടി ചെന്നപ്പോ ചോദിച്ചു ഈ സിൽക്കി കോട്ടയല്ലാത്ത കോട്ടണിലുള്ള കോട്ടയുണ്ടോന്ന്. കോട്ടണിലുള്ള കോട്ട അവിടെ ഉണ്ട്, പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. ഇതേ വേറൊന്നുമില്ല, അതെ നല്ല സ്റ്റൈലായിട്ടുണ്ട്. അപ്പൊ എന്നോട് പറയുക കേട്ടോ വന്നപ്പോ അപ്പ ഇല്ല ഞാൻ തന്നെയാ പോയതാ. അപ്പൊ എന്നോട് വന്നപ്പോ പറയാ സാരിയൊക്കെ മേടിക്കുന്ന കളറുകളൊക്കെ നല്ലതാണ്, അടിപൊളിയായിട്ടുണ്ട്. ഇത് പള്ളിയിൽ പ്രധാനമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ച ഈ കളർ എടുത്തേട്ടോ. ഇതിന്റെ തന്നെ ആർക്കെങ്കിലും ഇപ്പോൾ എറണാകുളം ബേസിലോ ഈ ബേസിലോ ഒക്കെ ഉള്ളവർക്ക് പോയി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഓഫ് വൈറ്റില് ബോർഡർ എല്ലാ ബോർഡർ കളറും ഉണ്ട് അവിടെ. ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ലാവൻഡർ ഉണ്ട്, എല്ലാ കളറുകളും ഇപ്പൊ അവിടെ അവൈലബിൾ ആ സെക്കൻഡ് ഫ്ലോറില് ശീമാട്ടി. ഞാൻ പ്രൊമോഷൻ വീഡിയോ അല്ല കേട്ടോ, പൈസ കൊടുത്ത് മേടിച്ചത്. 1000 വിലയും പറഞ്ഞേക്കാൻ വേണമെങ്കിൽ. അവിടെ കോട്ടൺ ഫെസ്റ്റിവൽ നടക്കണ്ടെന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ വേനൽക്കും ഇവിടെ നടക്കണതാണ്. 1180 റേറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു കോട്ടൺ സാരി വേണമെന്നുണ്ടെങ്കിൽ 2-3 എണ്ണം കൂടെ പോയി മേടിച്ചു വെച്ചോളാം. എപ്പോഴും ഇത് കിട്ടൂലല്ലോ നല്ല കളറുകൾ, ഇഷ്ടംപോലെ നല്ല കളറുകൾ ഇഷ്ടംപോലെ വെറൈറ്റി. ഈ കോട്ടൺ ഫെസ്റ്റ് നടക്കണത് കൊണ്ടായിരിക്കും. ഒന്നാ ഇതെനിക്കുള്ള ഇത് തന്നെയാണ്. ഈ മോഡലല്ല, ഈ കളർ ഏതാണ്ടുള്ളത് അത് ഇച്ചിരി പഴയതായതുകൊണ്ട് വേറെ ഒരെണ്ണം എടുത്തതാണ്. അതും നല്ല രസമായിട്ടുണ്ട്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, തുമ്പൊക്കെ ഇങ്ങനെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇതാ എപ്പോഴും ചിരിക്കാൻ പറഞ്ഞാൽ ചിരി വരില്ല. ആരോ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് എന്താ ചിരിക്കാത്തെ, കുക്കിംഗ് നടത്തുമ്പോ ഒന്ന് ചിരിക്കാൻ വേണ്ടിയല്ലോ. ചിരിക്കാറൊക്കെ ഉണ്ട്, പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിൽ നിന്ന് വരുന്നതല്ലേ ചിരി. ആ സമയത്ത് ചിലപ്പോൾ ചിരിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ടാണ് ആ വീഡിയോയിലൊക്കെ ചിരിക്കാതെ ഇരിക്കുന്നത് കേട്ടോ. അപ്പൊ പഴയ വീഡിയോ നോക്കുക, ഇനി പരമാവധി ചിരിക്കാൻ ശ്രമിക്കാം. ഇതിന് റേറ്റ് കുറവാണ്. ഇത് 980 അത്രേ ഉള്ളൂ അല്ലേ? പക്ഷെ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. നെറ്റ് കോട്ട പോലത്തെ ബിലോ 1000. ഇച്ചിരി സ്റ്റിഫാ, പക്ഷേ എനിക്ക് അങ്ങനെ വേണം. ഇത് ഇച്ചിരി സോഫ്റ്റാ. ഇത് ഇത്തിരി സോഫ്റ്റാ. എനിക്ക് ഇങ്ങനെ സ്റ്റിഫാ കണ്ടോ. ഞാനപ്പോ കരുതി ഈ സ്റ്റിഫായിട്ടുള്ള 2 എണ്ണം കൂടെ എടുക്കാം. പറന്നിരിക്കും അമ്മയുടെ അമ്മ ഇത് ഉടുത്തു കഴിയുമ്പോ. അത് ഈ മെലിഞ്ഞത് കൊണ്ട് ഇച്ചിരി പറന്നിരിക്കുന്നതാണ് നല്ലത്. ഒരു ഫ്ലോറൽ ടൈപ്പ്. ആ ഫ്ലോറൽ പ്രിന്റ് ഉണ്ടെന്ന് നീ പറഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത്. അല്ല, നീ എന്നോട് ഞാൻ മഞ്ഞുണ്ടെന്ന് പറഞ്ഞപ്പോ കാര്യം പറഞ്ഞായിരുന്ന. പക്ഷെ അവിടെ ചെന്നപ്പോ ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട് ചാടി ഇത് എടുത്തു. ഇതിന് തന്നെ ബ്ലൂ ആദ്യം എടുക്കാന്ന് ഓർത്തപ്പോഴേ ബ്ലൂ എടുത്തു കഴിഞ്ഞാൽ ബ്ലൂ ബ്ലൗസ് ഇടുമ്പോ എനിക്ക് അത്രയ്ക്ക് ഒരു മാച്ചിങ് അല്ല. അത് കാരണം ഞാൻ ഈ ബ്രിക്ക് റെഡ് എടുത്താ അതാ എനിക്ക് ചേരൂന്ന് എനിക്ക് തോന്നുന്നു. അതിന് ഈ കളറുള്ള ബ്ലൗസ് അല്ല, അതല്ല പറഞ്ഞേ. ഈ ഭാഗം ബ്രിക്ക് റെഡിന് പകരം ബ്ലൂ, റോയൽ ബ്ലൂ. അത് വേണ്ട, പിന്നെ യെല്ലോ ഉണ്ട്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാ. പിന്നെ ബ്ലാക്കും ഉണ്ട്. അപ്പൊ ബ്ലാക്ക് ബ്ലൗസ് ഇടണം. അപ്പൊ ഇത്രേ ഉള്ളൂ. മതിയല്ലോ. വേറെ ഒരു സംഭവം കാണിക്കാനുണ്ട്. ഷോപ്പിംഗ് അല്ല, എന്റെ വീട്ടിൽ നിന്ന് ആങ്ങളെയും ഭാര്യയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കാം. ഇപ്പൊ ഞാൻ മാറ്റട്ടെ. ഞാനൊരു ചുമ്മാ പഴയ ഷീറ്റ് ഡൈനിങ് ടേബിളിൽ വിരിച്ചേച്ച് തുണി വെക്കണത് കൊണ്ട് വെച്ചതാട്ടോ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അഴുക്കാവും. എനിക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ല. ഇനിയിപ്പൊ ഈ 2 സാരിക്കും ഫോള് വാങ്ങിച്ചിട്ടുണ്ട്, ബ്ലൗസിന്റെ തുണി എടുത്തിട്ടുണ്ട്, അതെല്ലാം തയ്പ്പിക്കണം. ഫോള് എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയില്ല. സ്റ്റിച്ചിങ്ങിന്റെ ABCD കൊളുത്ത് പിടിപ്പിക്കാനും ബട്ടൺസ് പിടിപ്പിക്കാനും അറിയാവുള്ളൂ. ഇത് തുന്നിക്കൂട്ടി വെക്കും, അത്ര അറിയാവുള്ളൂ. അപ്പൊ ഇത് ഫോളെല്ലാം പിടിപ്പിക്കാൻ ടൈലറിന്റെ അടുത്താ കൊടുക്കണം. അതൊക്കെ കൊടുത്ത് റെഡിയാക്കണം. ഇത് ഉടനെ തയ്ച്ചു കിട്ടാൻ സാധ്യത. അപ്പൊ ഞാനൊരു ഐഡിയ ഇട്ടിട്ടുണ്ട്. ആ പുള്ളിക്കാരി ഒരെണ്ണം തയ്ച്ചു തരും, പക്ഷെ 1 മന്ത് കഴിഞ്ഞ് ഇനി വരുള്ളൂ. അപ്പൊ ഞാൻ ഓർത്തോ ഇത് നമ്മൾ പണ്ട് തയ്ച്ചോണ്ടിരുന്ന ഷോപ്പിൽ കൊടുക്കാന്നു തയ്ക്കാനായിട്ട്. വേനലാകുമ്പോഴാണ് ഏത് സമയവും ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കണം. വേനൽക്കാണ് കൂടുതൽ ഹൗസ് ഡ്രസ്സ് വേണ്ടത്. അതുകൊണ്ട് മിക്കവാറും അങ്ങനെ തയ്പ്പിക്കും. ഇനി 1 മന്ത് കഴിയുമ്പോഴത്തേക്കും മഴയാവൂലേ, നേരത്തേക്കും തയ്പ്പിച്ചിട്ട് കാര്യമില്ല, അതിന് മുമ്പ് തയ്പ്പിക്കണം. അപ്പൊ ഇനി ഞാൻ അവര് കൊണ്ടുവന്ന കാര്യങ്ങൾ കാണിക്കാം. ഇത് മാറ്റട്ടെ. അപ്പൊ ഞാൻ ഊണുമേശപ്പുറത്ത ഒരു മുറത്തിൽ 2 ടൈപ്പ് മാങ്ങയുമായിട്ട് ഇരിക്കുവാണ്. വളരെ സന്തോഷവതിയായിട്ട് ഇരിക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി സന്തോഷം കൂടും. എന്റെ വീട്ടിൽ നിന്ന് ആങ്ങളെയും ഭാര്യയും വൈകുന്നേരം വന്നിട്ടുണ്ടായിരുന്നു.
വന്നപ്പോ അവര് കൊണ്ടുവന്ന മാങ്ങയാണിത്. അത് ഇവിടെ ചന്ദ്രക്കാരൻ മാവ് നട്ടിട്ടുണ്ടെങ്കിലും അത് കാച്ചിട്ടില്ല. ദേ ചന്ദ്രക്കാരൻ മാങ്ങ അപ്പ സ്ഥിരം പറയുന്ന നല്ല സ്മെല്ല. ചന്ദ്രക്കാരൻ അപ്പേ ഒരെണ്ണം ചപ്പി കഴിച്ചു എന്ന് തോന്നുന്നു. അതെ ഞാൻ കഴിച്ചില്ല, കഴിക്കാൻ പോണേ ഉള്ളൂ. നല്ല മണം. അത് ഇതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് ചന്ദ്രക്കാരൻ മാങ്ങയെ പറ്റി ആരോടും പറയേണ്ട കാര്യമില്ല. മലയാളികൾക്ക് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാം. എല്ലാം നല്ല മാങ്ങയാണ്, വളരെ വിശേഷപ്പെട്ട മാങ്ങയാണ്. മാമ്പഴം പുളിശ്ശേരി ഉപ്പിലിടാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മാങ്ങ ഇത് കുപ്പിക്കകത്ത് നാളെ നിങ്ങളെ കാണിക്കാം. ചമ്രം കൊണ്ട് പഴുത്ത മാങ്ങിയതാ. മാങ്ങ ഉപ്പിലിടണമില്ല. പച്ചമാങ്ങ വാങ്ങിച്ചത് ഞങ്ങൾ ഓൾറെഡി ഉപ്പിലിട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ബാക്കി കുറച്ച് മാങ്ങ നിങ്ങളൊക്കെ കഴിക്കാനെടുത്തോ. അത് കഴിഞ്ഞിട്ടുള്ള മാങ്ങ നമുക്ക് അതിന്റെ പഴുപ്പെടുക്കാം. പഴുപ്പെടുത്തിട്ട് ഡീപ് ഫ്രീസ് ചെയ്യാം. നല്ലതാ. അപ്പൊ നമുക്ക് മാങ്ങ ഇല്ലാത്ത സമയത്ത് മാമ്പഴ പുളിശ്ശേരിക്കോ മാമ്പഴ പായസത്തിന് എടുക്കാനോ ഉള്ളതുണ്ടാവൂല, കാമ്പ് കുറവല്ലേ. നമ്മുടെ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മറ്റേത് മൂവാണ്ടനാട്ടോ. ഇത് മൂവാണ്ടനാണ്. ചതയാതെ അവര് വലത്തോട്ടിയിൽ പറിച്ചെടുത്തതാണ്. ഇത് കുറച്ച് വീണതുണ്ടെന്ന് പറഞ്ഞു, കാറ്റത്ത് വീണതുണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ചിലതിനൊക്കെ ചെറിയ ചതവുണ്ട് കേട്ടോ. വലിയ മാവല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ വരും. പിന്നെ കുറച്ചല്ലാതെ പറിച്ചതും ഉണ്ടെന്ന് പറഞ്ഞു എത്തണത്. അപ്പൊ മൂവാണ്ടൻ മാങ്ങയും ഇവിടെയും മൂവാണ്ടൻ മാങ്ങയുണ്ട്. പക്ഷെ മാവുകളൊക്കെ പഴയതായി ഇത്തിക്കണ്ണി കയറിയത് കൊണ്ട് മൂവാണ്ടനയിലില്ല. ഒരു തൈ മൂവാണ്ടന മുറ്റത്തിന്റെ താഴെ നിക്കണേൽ 5 മാങ്ങ കിടപ്പുണ്ട്. ഇനിയിപ്പൊ തൈ മൂവാണ്ടനയിൽ മാങ്ങ ഉണ്ടായി വന്ന തൈ മൂവാണ്ടൻ നട്ടിട്ടുണ്ട്. അതിൽ മാങ്ങ ആയാലാണ് സഫീഷ്യന്റ് ആയിട്ട് മൂവാണ്ടൻ മാങ്ങയാവുള്ളൂ. 2 മൂവാണ്ടന്റെ മാവ് വലുതുണ്ട് കാര്യം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കാലഹരണപ്പെട്ട് തുടങ്ങി. അപ്പച്ചന്റെ കാലത്ത് വെച്ചേക്കണ മാവല്ലേ അതൊക്കെ. ഇനി നമ്മൾ വെച്ചേക്കണ തൈമാവുകളിൽ മാങ്ങ ഉണ്ടാവണം. ഇഷ്ടംപോലെ മാവുണ്ട് കാര്യം. പിന്നെ ഫ്രണ്ടിൽ നിൽക്കണ സേലം മാങ്ങയില് നിറയെ മാങ്ങ കിടപ്പുണ്ട്, പക്ഷെ കേടാ. അതാണ് പ്രശ്നം. അപ്പൊ ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു സംഭവം കാണിച്ചു തരാന്ന്. അപ്പൊ അവര് വന്ന 7 മണിയായപ്പോ അവര് പോയി. അത് കഴിഞ്ഞപ്പോ ഞാൻ കുളിയും കഴിഞ്ഞ് ഇതെടുത്ത് വെച്ചതാ നിങ്ങളെ കാണിക്കാനായിട്ട്. അപ്പൊ ഓക്കെ, ഇനി മാറ്റിക്കോട്ടെ. ഓക്കെ.